ഹലോ ഗൈസ്, ഞാൻ സുനിൽ വിളിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വേടന്റെ വിവാഹം. വേടൻ എന്ന വ്യക്തി വിവാഹം കഴിക്കുന്നത് ഈ പൊതുസമൂഹത്തിൽ അത്രമാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണോ? എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ഒട്ടുമല്ല. പക്ഷേ നമ്മളിത് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ വേടന്റെ വിവാഹം വാർത്ത വന്ന അന്ന് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വിമർശനം എന്ന് പറയാൻ പറ്റില്ല, വളരെ വൃത്തികെട്ട രീതിയിൽ ആ ഒരു വിവാഹത്തെ ചിത്രീകരിക്കുന്ന, അതിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല, ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇതിവരുടെ മനസ്സിന്റെ ആ വൈകൃതമാണ് ശരിക്കും അത് വിളിച്ച് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത് ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ. വേടന് അയാൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അതിപ്പോ വെളുത്തതോ കറുത്തതോ നിറമോ ജാതിയോ മതമോ ഒന്നും ഒരു നമ്മുടെ ഈ ജനാധിപത്യ കാലത്ത് അല്ലെങ്കിൽ ജനാധിപത്യ ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ അതിന് വലിയ പ്രാധാന്യങ്ങളില്ല. ആ വ്യക്തികളുടെ താല്പര്യങ്ങൾക്കാണ് അതിന് പ്രാധാന്യം എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും പല യാഥാസ്ഥിതിക മനസ്സെന്ന് പറയാൻ പറ്റില്ല, വളരെ നികൃഷ്ടമായ മനസ്ഥിതിയുള്ള കുറെ ആളുകൾ ആ ദിവസം തന്നെ വളരെ വികൃതമായ രീതിയിലുള്ള സംഭാഷണങ്ങളുമായി ഈ വിവാഹത്തെ ആഘോഷിക്കുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ മനസ്സിൽ അതല്ല, ചില പെൺകുട്ടികൾ പറഞ്ഞ കഞ്ചാവ് അവന്റെ കസ്റ്റഡിയിൽ നിന്നും കണ്ടെടുത്ത കഞ്ചാവ് എന്ന് പറയുന്നത് കേസ് എടുക്കാൻ തക്കമുള്ള കഞ്ചാവല്ല. അവന്റെ പേരിലാണ് കേസ് എടുത്തത്, അത് പുല്ലിനകം കൈവച്ചിരുന്നു എന്നുള്ള അതിന്റെ പേരിലാണ്. അത്രയാണെങ്കിലും കഞ്ചാവ്, MDMA അതുപോലുള്ള മയക്കുമരുന്നുകളും മദ്യവും ഒക്കെ ഈ പൊതുസമൂഹത്തിൽ വളരെ സുലഭമാണ്. അത് ഒട്ടുമിക്ക ചെറുപ്പക്കാരും ഒക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളിതൊന്നും അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തിനാ ഈ അഘോരി സ്വാമിമാര്, വടക്കേന്ത്യയിലെ ഭൂരിഭാഗം സ്വാമിമാരും അതിന് ശിവമൂലി എന്നാ പറയുന്നത്. കഞ്ചാവിന് ശിവമൂലി അടിച്ചിട്ടൊക്കെയാണ് അവരിങ്ങനെ വേറൊരു ലോകത്തൂടെ മുഴുകി നടക്കുന്നത്, മുണ്ടും കൊണാനൊന്നും ഇല്ലാതെ. ഇതൊന്നും ഒരു വിഷയമില്ല. അതിനൊരു പെൺകുട്ടി വന്നിട്ട് വളരെ വികൃതമായിട്ട് അവൻ കഞ്ചാവോളി എന്നുള്ള രീതിയിൽ ഒരു അക്ഷരം മാറ്റി അതിനകത്ത് ഇത് കയറിയിട്ട് വളരെ തെറി വിളിക്കുന്ന രീതിയിലാണ് ഈ ഇവന്റെ വേടന്റെ വിവാഹത്തെ അവര് ആഘോഷിക്കുന്നത്. അപ്പൊ മറ്റൊന്നുമല്ല, ഇവരുടെയൊക്കെ മനസ്സില് വേടൻ ഉയർത്തിവിട്ട ചില ചോദ്യങ്ങളും വേടൻ ഈ സമൂഹത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും ചിലർക്ക് കൃത്യമായി കൊള്ളുന്നുണ്ട്. വേറെ വിഷയമൊന്നുമല്ല, എത്രയോ വിവാഹങ്ങൾ വളരെ ലഘുവായിട്ടും വളരെ ആർഭാടപരമായിട്ടും എത്രയോ വിവാഹങ്ങൾ നടക്കുന്നു. ഇപ്പോ എത്രയോ ചെറുപ്പത്തിൻ്റെതായ ചില സ്വഭാവങ്ങളില്ലേ, നമ്മുടെ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ആകർഷണവും അതുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ വേടനും പെട്ടിട്ടുണ്ട്. അതിൽപ്പെടാത്ത ആളുകൾ 99% ഇല്ല. പക്ഷേ ഈ വന്ന് പറയുന്നവരൊക്കെ ഇതുപോലെ പതിവ്രതകളും ഇത്രയും നിഷ്കളങ്കരുമായ മനുഷ്യരാണെന്ന് ആലോചിക്കണം. വന്ന് പറയുന്നതിന്റെ പൊരുള് ഇവർക്കൊരു ബോധമില്ലായ്മയാണ്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. പണ്ടത്തെ കൂട്ട് ഉള്ള യാഥാസ്ഥിതിക സ്വഭാവങ്ങളൊക്കെ മാറി ഇത് യുഗമാണ്, ഇന്റർനെറ്റിന്റെ ഒക്കെ കാലമാണ്. ഇപ്പോ അത് അതേ രീതിയിൽ പാലിക്കുന്നു. വളരെ സിമ്പിളായി അവർ വിവാഹം കഴിച്ചു. അതിൽ അവർ ജാതിയോ മതമോ മറ്റൊന്നും നോക്കിയില്ല. അവർ വളരെ ലഘുമായി അവരുടെ രീതിയിൽ അവരുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് അവർക്ക് പ്രാധാന്യം കൊടുത്ത്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് ഈ മലയാളി മനസ്സ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഈ സമൂഹത്തോട് ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യം തന്നെയാണ്. ഇത് ചില വൈകൃതമായ മനസ്സുകൾ ഇപ്പോഴും ആ പഴയ മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളതിനുള്ള തെളിവാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ ഒന്ന് തെറി വിളിക്കും. അതല്ലാതെ വേടനെ വെളുപ്പിക്കാൻ വരുവാണെന്ന് പറയും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മുകേഷിന്റെ ആദ്യ വിവാഹം കഴിഞ്ഞു, രണ്ടാമതായാലും വിവാഹം കഴിച്ചു, അതും ഇഷ്ടമല്ല എന്നപ്പോ അത് വീണ്ടും കഴിഞ്ഞു. അതിന് വലിയ തെറിവിളിയൊന്നുമില്ല. പക്ഷെ ഈ ശ്രീലക്ഷ്മി അറക്കല് ആ പെൺകുട്ടി വന്ന് വെളിപ്പെടുത്തിയപ്പോഴത്തേക്ക് അതിന് ഭയങ്കര തെറിവിളിയായിരുന്നു. എന്തൊക്കെ വൃത്തികേടുകളായിരുന്നു ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതിവിടെ ആളും തരം നോക്കി. കാരണം ഇത് ദളിതരായ ആളുകൾ, ഏതെങ്കിലുമൊക്കെ മേഖലയിലൂടെയൊക്കെ ഒന്ന് അറിയപ്പെട്ടു തുടങ്ങിയ ആളുകൾ
അവർ യാഥാർത്ഥ്യങ്ങളാണ് വിളിച്ചു പറയുന്നത്, അവർ പച്ചയായ സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. അവർക്ക് ഈ സമൂഹത്തിന്റെ മുമ്പുണ്ടായിരുന്ന പല അനാചാരങ്ങളെയും പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ജീവിത നിലവാരവും അവർക്ക് അതിനുള്ള കാഴ്ചപ്പാടുകളുമാണ് അവർ വിളിച്ചു കാണിക്കുന്നത്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ ദുഷിച്ച മനസ്സുമായി ഇപ്പോഴും കുറെ മലയാളികൾ, അതേ പറയാൻ പറ്റുള്ളൂ, വളരെ നികൃഷ്ട ജന്മങ്ങളായ കുറെ മലയാളികൾ. ഇവനൊന്നും ഒരു കാലവും ഗതി പിടിക്കില്ല. എന്റെയൊക്കെ മനസ്സ് അത്രമാത്രം കുഷ്ഠം പിടിച്ചതാണ്.